നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് THDC എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉള്ള മികച്ച അവസരങ്ങളാണ്. 137 അവസരങ്ങളുണ്ട്, അതും എഞ്ചിനീയേഴ്സിനുള്ളത്. വ്യക്തമായി പറഞ്ഞാൽ ഇത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, നമുക്കറിയാം NTPC ലിമിറ്റഡും ഉത്തർപ്രദേശ് സർക്കാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പൊതുമേഖലാ സംരംഭമാണ് THDC ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവരുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ഫെസിലിറ്റീസിലാണ് ഈ 137 അവസരങ്ങളുള്ളത്. ഇത് എഞ്ചിനീയേഴ്സിനാണ്. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സിനുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ, ജിയോളജി മേഖലകളിലുള്ള ജിയോ ടെക്നിക്കൽ ആൻഡ് മൈനിങ് മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഡൊമൈനുകളിലാണ് തൊഴിലവസരങ്ങളുണ്ട് ഉള്ളത്. അപ്പോൾ ഈ മേഖലയിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ പഠിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ വ്യക്തമായി പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ NTPCയുടെയും ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പൊതുമേഖലാ സംരംഭം ഈ THDCയിൽ എഞ്ചിനീയേഴ്സിനുള്ള ഒഴിവുകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ആകെ 99 ഒഴിവുകൾ എഞ്ചിനീയറിംഗ് മേഖലയിലാണ്. അതിൽ തന്നെ സിവിലിൽ 13 ഒഴിവുകൾ, ഇലക്ട്രിക്കലിൽ 25 ഒഴിവുകൾ, മെക്കാനിക്കലിൽ 20, ജിയോളജി ആൻഡ് ജിയോ ടെക്നിക്കലിൽ 7, എൻവയറൺമെൻറ്റ് 8, മൈനിങ്ങിൽ 7, വിൻഡ് പവർ പ്രോജക്ട്സിൽ 2. ഇത്രയും അവസരങ്ങളാണ് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളത്. ഇതിൻ്റെ ശമ്പളം അവർ നൽകുന്നത് ഏതാണ്ട് 50,000 മുതൽ 1,60,000 വരെ പ്രതിമാസം കിട്ടുന്ന ഒരു പേ സ്കെയിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവേ ഞാനിപ്പോൾ പറഞ്ഞ എഞ്ചിനീയറിംഗ് മേഖലകൾക്കെല്ലാം നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള. BE, BTech അല്ലെങ്കിൽ BSc ഇൻ എഞ്ചിനീയറിംഗ് ആണ് പൊതുവായിട്ട് ഈ പറഞ്ഞ എല്ലാത്തിനും വേണ്ടത്. പക്ഷേ ജിയോളജി ആൻഡ് ജിയോ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് മാത്രം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പ്രത്യേക കോഴ്സ് പഠിച്ചവർക്ക് മാത്രമേ അതിലേക്ക് എൻട്രി ഉള്ളൂ. അതായത് ഫുൾ ടൈം ആയിട്ട് റെഗുലർ MSc ജിയോളജി പഠിച്ചവർക്ക് പറ്റും. അതുമല്ല എങ്കിൽ MSc അപ്ലൈഡ് ജിയോളജി ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ MTech ഇൻ അപ്ലൈഡ് ജിയോളജി, അല്ലെ ഇൻ്റഗ്രേറ്റഡ് MTech ഇൻ ജിയോളജിക്കൽ ടെക്നോളജി, അല്ലെങ്കിൽ MTech ഇൻ എഞ്ചിനീയറിംഗ് ജിയോളജി, ഇതിലേതെങ്കിലും ഒന്ന് ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. ബാക്കിയുള്ള ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ മേഖലകളിലേക്കും ഒന്നുകിൽ ഒരു BE വേണം, അല്ലെങ്കിൽ BTech വേണം, അല്ലെങ്കിൽ BSc ഇൻ എഞ്ചിനീയറിംഗ് വേണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ മിനിമം 60% മാർക്ക് നേടിയിരിക്കണം എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 60% മാർക്കോട് കൂടിയുള്ള ഒരു BE അതല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc ഇൻ എഞ്ചിനീയറിംഗ്. 30 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധിയായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് ഡൊമൈനിലുള്ളവർക്കാണ്. ഇനി എക്സിക്യൂട്ടീവ് ഡൊമൈനിൽ 30 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ 15ഉം ഫിനാൻസിൽ 15ഉം ഉണ്ട്. അതിൻ്റെ ശമ്പള സ്കെയിലും 50,000 മുതൽ 1,60,000 വരെയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഫുൾ ടൈം അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള MBA ചെയ്തിരിക്കണം. അത് പേഴ്സണൽ മാനേജ്മെൻറ്റ്, HRM ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, അതും അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ്, IR ലേബർ വെൽഫെയറിലെ ഒരു PG ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ CA അല്ലെങ്കിൽ CMA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ CA CMA അതുമല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള HR റിലേറ്റഡ് ഡൊമൈൻസിൽ, ഞാൻ മുൻപ് പറഞ്ഞ ഡൊമൈനുകളിലുള്ള ഒരു MBA, ഇതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. 30 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി. 30 വയസ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂടാതെ ജൂനിയർ മൈൻ സർവേയർ, ജൂനിയർ ഓവർമാൻ ഗ്രേഡ് 1 ആൻഡ് ജൂനിയർ ഓവർമാൻ ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞ തസ്തികകളിലേക്കും ഇവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായും ഞാൻ ഈ പറഞ്ഞ വേക്കൻസീസാണ് ഇവർ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്, THDC ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മാർച്ച് 14 അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് പറയുമ്പോൾ ഈ മാർച്ച് 14 തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ THDCയുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. THDC.co.in എന്നാണ് വെബ്സൈറ്റ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, എങ്കിലും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി ഇട്ടേക്കാം. അപ്പോൾ ഈ THDC.co.in വെബ്സൈറ്റിൽ കയറി മാർച്ച് 14 ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർ ആണ് എങ്കിൽ. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇവരിതിന് സ്പെഷ്യലായിട്ട് എക്സ്പീരിയൻസുകളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിനുമൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ്
സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട പുതിയ ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എത്തുകയും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം എന്ന് തോന്നലുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വൺസ് അഗെയിൻ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.